വെൽക്കം ബാക്ക് ടു സി ടോക്ക്. സി ടോക്കിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാക്കൽറ്റിയായ കൃപ മാം ആണ്. കൃപ മാം, വെൽക്കം സി ടോക്ക്. താങ്ക് യു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമുക്ക് ഓഫ്ലൈൻ മാത്രമാണോ പഠിക്കാൻ പറ്റുക, ഓൺലൈൻ പഠിക്കാൻ പറ്റുമോ? അതായത് ഓൺലൈൻ പഠിക്കുമ്പോൾ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? അതൊന്ന് പറയാമോ? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ഇത് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. കാരണം ഏത് ആൾക്കാർക്ക് വേണമെങ്കിൽ പഠിക്കാം. ഏജ് ലിമിറ്റ് ഇല്ല, അതേപോലെ പ്രൊഫഷണൽ ലിമിറ്റ് ഇല്ല. എങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇപ്പോൾ എന്തെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് പഠിക്കാം. അതേപോലെ ഹൗസ് വൈഫ് ആണെങ്കിൽ അവർക്ക് പഠിക്കാം. സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ടൈം എടുത്ത് പഠിക്കാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നത് ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോഴാണ്. +2 ഫെയിലായ ഒരാൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ഇല്ല. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ വേൾഡിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. ഇപ്പോൾ +2 ഫെയിലായിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അതേപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ, എന്തെങ്കിലും ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, ഇവർ ചെയ്യുന്ന പ്രോഡക്റ്റും മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ അത്യാവശ്യമാണ്. അപ്പോൾ അവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചാൽ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിൻ്റെ സാധ്യതകളൊന്ന് പറയോ? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോബ് നമുക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാം. അതിപ്പോൾ ആ ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ വർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ GCC കൺട്രീസിലൊക്കെയുള്ള കമ്പനീസൊക്കെ കൂടുതലായിട്ടും സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് നാട്ടിൽ നിന്നാണ്. അത് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നുള്ളത് വർക്ക്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു പ്ലേസിലേക്ക് പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇന്റേൺഷിപ്പ് ഓൺലൈൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് കൊടുക്കുക? ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? നമുക്ക് ഇന്റേൺഷിപ്പ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇന്റേൺഷിപ്പ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ പ്രോജക്ട്സ്, ഇത് റിയൽ പ്രോജക്ട്സ് ആണ് കൊടുക്കാറ്. അതിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യിക്കാറ്. പിന്നെ അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏജൻസിയിലൊക്കെ ഇപ്പോൾ കാസർഗോഡ്, അതേപോലെ കാലിക്കറ്റൊക്കെ നമുക്ക് ഏജൻസീസ് വരുന്നുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കസ്റ്റമർ ഹാൻഡ്ലിങ്ങും അതേപോലത്തെ അവിടുത്തെ പ്രോസസ്സൊക്കെ നമുക്ക് കണ്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ കോഴ്സിൻ്റെ ഒന്നിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനാണ് അവർ പഠിച്ചതെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയോ? നമ്മൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കേഷനാണ് കൊടുക്കാറ്. അതിലിപ്പോൾ ഓഫ്ലൈൻ ആണ് ഓൺലൈൻ ആണെന്ന് മെൻഷൻ ചെയ്യാറില്ല. പിന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ കേസിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് എന്നും ഓൺലൈൻ പ്രൊജക്റ്റ് എന്നും, അതേപോലെ ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ പ്രൊജക്റ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഫീസ് വളരെയധികം നമുക്ക് കാണുന്നുണ്ട്. ഹൈ ആണ് ഫീസ് വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോഴ്സിൽ ഫീസ് വളരെ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ കാര്യങ്ങളൊന്ന് പറയോ? ഇല്ല, ഇത് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ഈ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിലാണ് ഫീസ് കുറവ് വരുന്നത്. പക്ഷേ അതിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും. അതേപോലെ ലൈവ് ക്ലാസ്സസ് ആണ് വരിക. പിന്നെ ഈ ലൈവ് ക്ലാസ്സസ് ഇപ്പോൾ മിസ്സായി കഴിഞ്ഞാലും അതിൻ്റെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 3 മാസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിലുള്ള ജോബ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഏജൻസിയിലൊക്കെ പോയി വർക്ക് ചെയ്യാനുള്ള, അതേപോലെ പെർഫോമൻസ് മാർക്കറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു.